അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കൊടജാദ്രിക്കാണ്. അതിരാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതേ ജീപ്പാണ്. ജീപ്പിലാണ് പോകുന്നത്. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ്. മാത്രമല്ല അവിടെ പാസ്സായിട്ട് 70 രൂപയും കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു ജീപ്പിൽ 8 പേരാണ്, നമ്മൾ 6 പേരുണ്ട്. അപ്പോൾ വേറെ 2 പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വിഷയം എടുക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഒരു അഡ്വഞ്ചർ ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ അഡ്വഞ്ചർ സ്റ്റാർട്ട് ആകുമ്പോഴേ നമുക്ക് ഈ ജീപ്പിൻ്റെ പവറും ഡ്രൈവിംഗ് വൈവിധ്യമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നേരെ ഒന്നും വെളുത്തിട്ടില്ലല്ലോ, അതിൻ്റെ മുഖം ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നെറ്റൂരി എന്ന് പറയുന്നൊരു സ്പോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം കടകൾ, ചായ കുടിക്കാനുള്ള കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഹോട്ടൽസോ അല്ലെങ്കിൽ കടകളോ ഒന്നുമില്ല. അപ്പോൾ ഇനി മൊത്തം ട്രക്കിംഗ് വൈബായിരിക്കും. അതെ. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഒഴിച്ച് നമ്മളെല്ലാവരും ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഇവിടെ വന്നിട്ട് ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ വണ്ടി 4 ടയറും അത്യാവശ്യം കണ്ടീഷനാണ്. ഇവിടെ സ്ഥിരം 1, 2, 3 ട്രിപ്പൊക്കെ എടുക്കുന്നവരായിരിക്കും ഡെയിലി. അപ്പോൾ ഈ വഴികളൊക്കെ ഭയങ്കര പരിചയമുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് വളച്ച് തിരിച്ച് എടുക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവും നമുക്ക് ഇതുപോലെ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ. അല്ല ഡ്രൈവിങ്ങും അതേപോലെ വണ്ടികളെ പറ്റിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊരു കൗതുകമായിരിക്കും. അപ്പോൾ രാഹുൽ സ്നാക്സും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചിപ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2 കൂട്ടുകാർ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, പട്ടിക്ക് ഈ സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായിരുന്നു പേര്? ആർദ്ര. എവിടെ നിന്ന് സ്ഥലം? കോഴിക്കോട്. ആള്? ഹലോ. എന്തായിരുന്നു പേര്? ദൃശ്യ. സ്ഥലം? കോഴിക്കോട്. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടാളും നമ്മുടെ കൂടെ കമ്പനിക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണ് 8 പേര് ഗ്യാങ് ആയത്. അപ്പോൾ ഈ പോകുന്ന കാഴ്ചകളും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വഴി കാണാം. കൊണ്ടുപോട്ടെ ചോദിച്ചല്ലേ, വിളിച്ച് കയറ്റിക്കോ. എൻ്റെ വീഡിയോ അല്ലല്ല, അപ്പോൾ കൊണ്ടുപോട്ടെ ഞാൻ കൊണ്ടുപോക്കണമെന്നൊക്കെ പറയുന്നത്, വിളിച്ച് കയറ്റിക്കോ. നിട്ടൂറിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ജീപ്പുകാരാണ്. ബസ്സിൽ വരുന്നവരാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിട്ടൂർ പറഞ്ഞ് കയറുക. അത് മൂകാമ്പിൽ നിന്നാണെങ്കിൽ നിട്ടൂർ പറഞ്ഞ് കയറി അവിടെ നിന്ന് ബസ് ഇറങ്ങി ഇവിടെ നിന്നും ജീപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെർ ഹെഡ് 70 റുപ്പീസാണ്, 70 രൂപ കൊടുത്ത് നമുക്ക് അകത്തോട്ട് പോകാം. മാത്രമല്ല ക്യാമറയ്ക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. ലെങ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെർ ബോട്ടലിന് 50 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ബോട്ടിൽ തിരിച്ചുകൊണ്ട് വരുമ്പോൾ 50 രൂപ അവർ തിരിച്ചു തരും. അപ്പോൾ നമ്മൾ 3 ബോട്ടിലുണ്ടായിരുന്നു, അവർ 100 രൂപ എഴുതിയിട്ടുണ്ട്. ബോട്ടിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട്, നമുക്ക് ഇവിടെ ബോട്ടിലിന് എണ്ണം കൊടുത്തോണ്ട് അല്ലെങ്കിൽ നമ്മളവിടെ ഫുൾ ബോട്ടിൽ പെറുക്കി ഒരു ചാക്കിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ പിള്ളേർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഞാനത്തോട്ട് പോവാണ്. ഇനി അങ്ങോട്ട് ട്രിപ്പ് നല്ല അഡ്വഞ്ചർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കണം. അത് പിള്ളേർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ യാത്ര പോലെ. രാവിലെ കഴിച്ച ഫുഡൊക്കെ കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ട്രക്കിംഗ് കേട്ടോ. ഫുള്ള് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ബാളന്റാണ് പിള്ളേർ. പക്ഷെ സംഭവം അടിപൊളിയുണ്ട്. ഒരു രക്ഷയില്ലാത്ത ട്രക്കിംഗ് ആണ്. ഇവിടെ ക്ലാസ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കൊച്ചത്തിൽ സംസാരിച്ച് എത്രത്തോളം കേൾക്കുമെന്ന് നമുക്ക് അറിയില്ല. ആരംഭം വെച്ചതേ. റോഡ് എന്ന് പറയുന്ന സാധനമേ റോഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം റോഡ് പറയാൻ പറ്റില്ല. അടിപൊളിയില്ലെന്ന് പറയുമ്പോൾ കണ്ടുകൂടിയൊക്കെ മറ്റേ വെള്ളമൊക്കെ വന്നിട്ട് കമ്പി വളഞ്ഞു പറയാൻ കിട്ടുന്നില്ല.
ഷിബിയേട്ടാ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സംഭവം കിടും. കുറച്ച് നേരത്തെ അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര നേരം ഉണ്ടായാലും ഈ സംഭവം ഉണ്ടാകുന്ന നമുക്കറിയില്ല. നമുക്ക് ഫുള്ള് ഒരു അഡ്വഞ്ചറാണ്. ട്രക്കിംഗ് വെച്ചാൽ ഇതാണ് ട്രക്കിംഗ്. ഇവിടെ ശരിക്കും ഇവിടെ വന്ന് ഓഫ് റോഡ് ജീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് തന്നെ അത് എൻജോയ് ചെയ്യണം. നമ്മൾ എത്ര വീഡിയോയിലും കൂടെ കണ്ടാലും എത്രയൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതെ എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് കണ്ട് ആസ്വദിച്ചു. നമ്മൾ രാവിലെ നേരത്തെ തന്നെ വരണം. നല്ല തണുപ്പുള്ള മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ അടിപൊളി. തുറക്ക് ഞങ്ങളെ കണ്ടു നിനക്ക് ചോദിക്കാൻ എല്ലാ പാർട്സും മറ്റേ ഇളകാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 8:15 ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെക്കാൾ മുമ്പ് എത്ര ജീപ്പുകളാണ് വന്നിട്ടുള്ളത് നോക്ക്. നമ്മളായിട്ട് ഡിലേ ആക്കിയതാണ്. സജേട്ടാ നിങ്ങളാണ് ഡിലേ ആക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അവൻ അങ്ങനെ ചെയ്യില്ല. അവനോട് സൂപ്പറാണ്. എനിക്കത് മനസ്സിലായത് ഇപ്പോഴാണ്. അവൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു കാരണം ഉണ്ടാവും. ഓക്കെ അപ്പോൾ എന്തായാലും ഇഷ്ടമായി. അത് പറ അഡ്വഞ്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. എക്സ്പീരിയൻസ് അനുഭവിക്കുക തന്നെ വേണം, എന്നാലും അറിയാൻ പറ്റും. അല്ല എൻ്റെ തല വേദനിച്ചിട്ട് കാരണം തലയ്ക്ക് നല്ലൊരു കിണുക്കാണ് കിട്ടിയത്. അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല അത്രത്തോളം ഗംഭീരമായിട്ടുള്ള കുഴികളും വഴികളുമാണ്. മഴയും കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്റെ ഷോൾഡറൊക്കെ ഭയങ്കര രാഹുലും കൂടി ആയിരുന്നു ഫ്രണ്ടിൽ ഇരുന്ന്. രാവിലെ കിളി പറയില്ലേ? പക്ഷെ എനിക്ക് അറിയായിരുന്നു, ഇത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ മുമ്പേ വന്നുകൊണ്ട് എല്ലാം അറിയായിരുന്നു. അപ്പൊ ആ ഇവിടെ എത്തി. ഇവിടെ ഒരു 1.5 മണിക്കൂർ നമുക്ക് സമയം തന്നിരിക്കുന്നത് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് തിരിച്ചു വരാനുള്ളത്. നടക്കാനുണ്ട്, ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത് നമുക്ക് ട്രക്കിങ്ങിനിടയിൽ ഷിബേട്ടിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഷിബേട്ടെ കാണിക്കേ വളഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളിനി കയറാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വഞ്ചർ വീണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ഏകാശ്വാസം. അപ്പോൾ നമ്മൾ കുടജാദ്രി കയറി തുടങ്ങുകയാണ്. നമ്മുടെ ജീപ്പിൽ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൈക്കിംഗ് ആണ്. അയ്യോ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും കിതയ്ക്കാൻ തുടങ്ങി. ആക്ച്വലി നമ്മൾ ആദ്യം കയറണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തലേദിവസം തന്നെ പ്ലാൻ ചെയ്തത്. നമ്മളൊരു 1/2 മണിക്കൂർ ലേറ്റായി. സ്വാഭാവികമാണ്, നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും കൃത്യമായ സമയത്ത് നമുക്ക് ഇറങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ കുറേ ആൾക്കാർ മേലെ കയറി താഴെ ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പലരും ഈ പകുതി ടാസ്കിൽ നിൽക്കുകയാണ്. കാരണം ശ്വാസം മുട്ടും മറ്റേ ഇതൊക്കെ ഉള്ള ആളുകളിനെ നമ്മളെ വഴിയിൽ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കയറാൻ പറ്റുന്നില്ല, നമുക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല. അതെ അത് സത്യമാണ്. കാരണം നമുക്ക് കയറാൻ പറ്റുന്നില്ല. എവിടെ സ്ഥലം എവിടുന്ന? ആ അത് ശരി, ഞങ്ങൾ മലക്കടാ കിണാശ്ശേരി. ആ എവിടെ? അതല്ലേ ഞങ്ങള് ക്രാശ്ശേരിയാ. എന്താ പേരെന്തായിരുന്നു അച്ഛൻ്റെ? രവിനാഥ്. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാരായിട്ടുള്ള അച്ഛനാണ് ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ്? എത്ര പേരുണ്ട്? അത് ശരി. ആ ഓക്കെ. ആ ഹാ ഹാ. ആലപ്പുഴ കയറി കണ്ടോ? മുകളിൽ കണ്ടോ? പോയില്ല, കിതച്ചപ്പോഴേക്കും. മക്കളൊക്കെ കയറി മേലെ. ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ എവിടെയാ? പണ്ട്. ഓ എനിക്കറിയാം. ആ മൊഹമ്മ അറിയാം. ഓക്കെ. ആ കുറച്ചുകൂടി സമയം എടുത്ത് കയറായിരുന്നില്ലേ? നമ്മള് കയറുന്ന വഴിയെ തന്നെ കുറെ പേരെ കണ്ടു. മലയാളികളാണ് കൂടുതലുള്ളത്. അവര് ചിലരൊക്കെ തിരിച്ചു പോവുകയാണ് പകുതി നടന്നിട്ട്. ശ്വാസം മുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല ഇത് ശ്വാസം മുട്ടുണ്ടല്ലോ.
അങ്ങനെ അല്ല, നമ്മൾ കുറേ ആയിട്ട് ഇരുന്ന് ജോലി അങ്ങനെയൊക്കെ ആയിട്ടേ വലിയ വ്യായാമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് ഇങ്ങനെ ഒരു ഹൈക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ കുറച്ച് കിതപ്പ് ഉണ്ടാവുമല്ലോ. എന്നാലും തളരില്ല. നമ്മൾ ഫുള്ളായി കയറിയിട്ട് മേലെ കയറിയിട്ടെല്ലാം വരുള്ളൂ. കുറച്ച് മെല്ലെ നടന്നാലും കാരണം ഈ പറയണ കുറെ പേര് തിരിച്ചു പോകുന്ന സങ്കടം കാണുമ്പോൾ. ഇത്രയും ദൂരം അവർ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ട് അത് പൂർത്തിയാക്കാണ്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. അതെ, എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതേ ഇതേണ്ട ഇതിവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ നാട്ടുകാർക്ക്. അയ്യോ, അത്യാവശ്യമേ ഇപ്പോൾ കുത്തനെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷയില്ല. അയ്യോ ശിവി, എങ്ങനെയുണ്ട് വ്യൂ? ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഗംഭീര സ്ഥലമാണ്. അത് നമ്മൾ ക്യാമറയിലൂടെയും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഒന്നും പറയാൻ പറ്റില്ല. അല്ലേ അതല്ല അതല്ല രസം. എനിക്ക് മുമ്പ് ഓടിച്ചാടിക്കായിരുന്നു, അത് ഇവിടെ വന്നിരിക്കുന്നു. അത് ഈ പോകുന്ന വഴിയിൽ ഒരു വളരെ എഡ്ജിലൂടെയാണ് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിബിയേട്ട മാത്രം ഒരു സേഫായിട്ട് ആ കുഴിയിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ ആകാശത്തിൻ്റെ ഏകദേശം ഒപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മൂകാംബിക്ക് വരുന്നവർ ഇവിടെ അങ്ങനെ നല്ലൊരു സ്പോട്ടുണ്ട് പറഞ്ഞിട്ട് സർവോച്ചം വീടം കാണാൻ വേണ്ടി വരികയാണ്. അതെ, പക്ഷെ അവിടെ വരുമ്പോഴാണ് ഇത്രയും വലിയ ട്രക്കിംഗ് ആണെന്ന് മനസ്സിലായിട്ട് ആവശ്യമുള്ളവർ കയറി മുകളിലെത്തുന്നുണ്ട്. പഴയ കുറച്ച് പേര് പാതി വഴി വെച്ച് തിരിച്ച് പോകുന്നവരുണ്ട്. അതെ, പക്ഷെ അവരുടെ പ്രായത്തിലവർ കയറി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആണ്. പിന്നെ മാത്രമല്ല, ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ കയറാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് റെസ്റ്റ് ചെയ്ത് ഒക്കെ കയറി കണ്ടു പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ട് കാണാതെ തിരിച്ചു പോകുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മെല്ലെ നിന്ന് സാവധാനം സമയം എടുത്തിട്ടൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. അല്ല, ഈ വണ്ടിക്കാർ ഏകദേശം 1.5-1.25 സമയം കൊണ്ട് തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇവിടുന്ന് വിടുന്നത്. കണ്ടു പോകാന്നുള്ളതാണ്. 1.5 മണിക്കൂറിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ട്രിപ്പ് എടുത്ത് തിരിച്ചു വരാം. അതെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ വന്നിട്ട് നമ്മൾ 1.5 മണിക്കൂറായി പറഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി നമ്മൾ കാണുന്നില്ല, നമ്മൾ പൈസയും കൊടുക്കണം. അപ്പോൾ മാക്സിമം വരുന്നവർ മാക്സിമം കയറാൻ നോക്കുക. അജയ് ഷട പറഞ്ഞ പോലെ പതിയെ നിന്ന് സമയം എടുത്ത് കയറി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. ഓ, അപ്പോൾ നമ്മൾ കുടജാദ്രിയിലെ സർവജ്ഞ പീഠത്തിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ശങ്കരാചാര്യർ തപസ് ചെയ്ത ആ സ്ഥലം. അപ്പോൾ നമ്മളിത് കയറി വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അരവിന്ദൻ്റെ അതിഥികൾ സിനിമയായിരിക്കും. നമ്മൾ എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് നമ്മൾ കസിൻസ് എല്ലാവരും അങ്ങോട്ട് കയറി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ കയറണം. കാരണം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് നമുക്കിത് സോളോ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ടീമുകൾ കണ്ട് കയറി നിൽക്കുന്നുണ്ട്. നേരെ പോയിട്ട് ഫോട്ടോസ് എടുക്കണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പറ്റിയിട്ട്. അല്ല എങ്ങനെയുണ്ട് ഈ സ്ഥലം? നമ്മൾ ഇത്ര ദൂരം ട്രക്ക് ചെയ്ത് വന്ന് ഇവിടെ ശങ്കരാചാര്യന്റെ തപസ്സിന് മുമ്പ് ശങ്കരാചാര്യർ കറക്റ്റ് ആയിട്ട് പറയും. തപസ്സിരിക്കുകയാണല്ലേ, ജീൻസും ഹുഡിയൊക്കെ ഓക്കെ. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. റീൽസിലും അതുപോലെ തന്നെ സിനിമകളിലും ഒക്കെ കണ്ട് നമ്മൾ ശീലിച്ച ഒരു സ്ഥലമാണ്. മാത്രമല്ല ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു വിശ്വാസം. സർവജ്ഞ പീഠം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എത്തിയതിൽ. ഇവിടെ ഇപ്പോൾ ഇത്രയും ഒരു ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടിയും ഭയങ്കര തണുത്ത ഒരു കാറ്റും നല്ല സമാധാനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തപസ്സിരിക്കാം, അല്ലെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് ഇവിടെ ഒരുപാട് സമയം കളയുന്നില്ല, കാര്യം ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചാൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ കുറേ നേരം ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതേ കുറേ സമയം ഇപ്പോൾ താഴ്ന്ന ഒരുപാട് ആളുകൾ മേലോട്ട് കയറി വരുന്നുണ്ട്. കയറി വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോടയൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് താഴത്തും ഏകദേശം മഞ്ഞിൻ്റെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. റിസ്ക് പിടിച്ച ഫോട്ടോഷൂട്ടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തുന്നാലും ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പിള്ളേൻ്റെ ഒരു ട്രെൻഡിങ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഗേറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ അത് കിടക്കുന്നത് ട്രസ് പാസിംഗ് ആണ്. അപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കിടക്കുന്ന
പ്രശംസാർഹമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുടജാദ്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് അത്യാവശ്യം കുറേ സോളോ പിക്സ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് നമുക്ക് അത്ര ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഇപ്പോഴോട് ഒരുപാട് പേര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് അവിടെ കോടയൊക്കെ ഇറങ്ങുന്നുണ്ടോ എന്ന് കാണാനായിട്ട്. പക്ഷേ അത്ര രീതിയിലുള്ള നല്ല രീതിയിലുള്ള കോട ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്നാലും അത്യാവശ്യം താഴെ തന്നെ ഒരു പുക പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. താഴത്തുള്ള കാഴ്ചയൊന്നും വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങാണ്. വണ്ടിക്കാരൻ വെയിറ്റിംഗ് ആണ്. തിരിച്ച് പോകുന്ന വഴിയിലും കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. പക്ഷേ ഭയങ്കര ഹൈലി റിസ്ക് ഉള്ള സ്ഥലമാണ്. കാരണം ഒരുപാട് പേര് താഴത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ ഇറങ്ങാതിരിക്കുക. റിസ്ക് ഇല്ലാതെ ഇവിടെ വന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവാം. അജയ് ചേട്ടാ ആസ്വദിക്കുക, സ്ഥലം ആസ്വദിക്കുക. ഇവിടുന്ന് പോവാന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മളിനി താഴെ എത്തുമ്പോഴായിരിക്കും ഡ്രൈവർ ചേട്ടൻ്റെ കുറി കേൾക്കുന്നത്. നമ്മളാ പറഞ്ഞതിൽ വെച്ച് 1 മണിക്കൂറെങ്കിലും കൂടിയിട്ടുണ്ടാവില്ല നമ്മള് അതിൽ കൂടുതൽ. അപ്പോൾ നമ്മളിത് ഇവിടെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലരും ടയേർഡായിട്ട് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നമ്മൾ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, കയറിയിട്ട് ഇതുവരെ വന്നതല്ലേ, അപ്പോൾ കയറി കണ്ടതിന് ശേഷം പോയാൽ മതി എന്ന് മാത്രം പറഞ്ഞിട്ട് എല്ലാവരും കയറ്റി വിടുകയാണ്. കാരണം നമ്മൾ കുറേ ദൂരം താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തർ വന്നിട്ട് ഇനി എത്ര ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ. ഫുൾ മോട്ടിവേഷനിലാണ് എല്ലാവരും നമ്മൾ പുഷ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമ്മുടെ പുറയിൽ കാണുന്ന അവിടെ നിന്ന് ഒരുപാട് പേര് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ട് കയറുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു കുടജാദ്രി കാണാനായിട്ട് പോകുന്ന വഴിയാണ്. നല്ല രീതിയിൽ കാറ്റുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു മലയിലേക്കാണ് കയറാനായിട്ട് പോകുന്നത്. ഇതെല്ലാം കുത്തനെയുള്ള കുന്നായതുകൊണ്ട് കയറാൻ എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, ഇവിടുത്തെ കല്ലുകളൊക്കെ പെട്ടെന്ന് ഇളകിപ്പോകും. മഴയെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും ഇങ്ങോട്ടേക്ക് കയറുന്നത്. മാത്രമല്ല എന്താ പറയുക, നമ്മൾ ഭയങ്കര അധികം ടയേർഡാണ്. രാവിലെ 2 ദോശയെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിച്ചതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഇത്ര സമയം നമ്മൾ നടന്ന് കയറിയത്. നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ കയറിയെന്ന് പറഞ്ഞപ്പോഴേ ഇത്ര റിസ്ക് പിടിച്ചൊരു കുന്നാണെന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല രസമുണ്ട്, നല്ല കാറ്റാണ്. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പക്ഷേ നമുക്ക് ഈ താഴത്തുള്ള ഈ ഒരു കോട പോലുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും, നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു അതിന് കിട്ടാനായിട്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ദിവസം പിള്ളേർക്ക് നിൽക്കുകയാണെങ്കിൽ കിട്ടുമായിരിക്കും. നമുക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വഞ്ചറായിട്ട് തന്നെയാണ് കയറി വരുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നവർ ഇങ്ങോട്ട് വരാതിരിക്കുക. പിള്ളേരായിട്ടുള്ളവർ മാത്രം വരിക. കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ താല്പര്യമുള്ളവർ. അപ്പോൾ നമ്മുടെ യാത്രയിൽ 2 പേരും കൂടെ ഉണ്ടായിരുന്നു, ആർദ്രയും ദൃശ്യയും. അപ്പോൾ ഇവരും കൂടെ നമ്മളിവിടെ കുടജാദ്രി കാണാനായിട്ട് മുകളിലോട്ട് നമ്മുടെ പോലെ തന്നെ അത്രയും റിസ്ക് എടുത്ത് നമ്മുടെ സ്പീഡിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി ഇവരായിരുന്നു സ്പീഡ് കൂടുതൽ, നമ്മളായിരുന്നു കുറച്ച് സ്ലോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ് ഇവിടെ. എന്തായാലും വരണം, ഉറപ്പായിട്ടും വരണം. ഫസ്റ്റ് ടൈം വരല്ലേ? ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ജസ്റ്റ് മൂകാംബിക തൊഴണം, പിന്നെ കുടജാദ്രി കയറാന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ്. ക്ഷീണിച്ചിട്ടൊന്നുമില്ല, കാറ്റുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. അടിപൊളി. അതെ, നിങ്ങൾ എന്തെങ്കിലും സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് പോയാൽ മതി. നല്ല സമാധാനം കിട്ടും. ഫ്രണ്ടിലിരിക്കണോ? അതെ, നമ്മൾ അറിയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ജീപ്പ് വന്നു. മൊത്തത്തിൽ ലോക്കായി കിടക്കും. ഒരു രക്ഷയില്ല. അതെ, ഒരു രക്ഷയില്ല. സംഭവം നമ്മൾ തിരിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി പോലെ തന്നെ ഇത്രയും റിസ്ക് പിടിച്ചിട്ട് താഴ്ത്തിക്കാണ്. ഡ്രൈവറിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായി നമ്മളെ മോനെ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. ഓരിടാ. ഓക്കെ, അപ്പോൾ നമ്മളത് 100 രൂപ കൊടുത്ത് ആ 100 രൂപ തിരിച്ചു തന്നു. ആ ബില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോറിടാ.
ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ലാതെ പിള്ളേരെല്ലാവരും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിലൊക്കെ എടുത്തോ. അപ്പോൾ നമ്മൾ 12:45 നമ്മൾ തിരിച്ചു വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതെ, നമ്മളൊരു 6:45 പോയത്. നമുക്ക് വീഡിയോ എടുക്കാനും അതിനുള്ള എല്ലാ സമയം കൊണ്ട് നമുക്ക് ഇത്ര നേരം സമയമായത്. അപ്പോൾ എല്ലാം നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. കുടജാദ്രി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് കോടയോ മഴയൊന്നും പെയ്ത് നമ്മളെ നശിപ്പിച്ചില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തുനിന്ന് ഇറങ്ങി ഓരോ നാരങ്ങ സർവത്തും കുടിച്ച് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇനി പിരിയാനായിട്ട് പോവാണ്. അപ്പോൾ ഇവരാണ് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് നമ്മളുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്ത 2 ആളുകളാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ യാത്ര? ഉണ്ടായിരുന്നു ഒച്ചത്തിൽ പറയൂ. അല്ല, ഇവർ ആദ്യം വിചാരിച്ചു സാധാരണ നമ്മുടെ കൂടെ ഇങ്ങനെ ട്രിപ്പിൽ ആരെയും പുതിയതായിട്ട് പരിചയമില്ലാത്ത ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ കൂടെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും പല ആളുകൾക്കും. പക്ഷേ ഇവർ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണിച്ചില്ല. നല്ല വൈബായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് പറഞ്ഞത് അല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനി പിരിയാണ്. അപ്പോൾ ഇനി ഇവർ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവാണ്. ഞങ്ങളും തിരിച്ച് പാലക്കാടിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീട്ടിൽ കാണുന്ന എല്ലാവർക്കും ബൈ.